നമസ്കാരം. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഷോയുടെ ഭാഗമാവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഓഡിയൻസിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ പ്രിയങ്കരായ രണ്ട് താരങ്ങളെയും സ്വാഗതം ചെയ്യുന്നു, നെൽസൺ ശൂരനാട് ആൻഡ് സുധി കൊല്ലം. അപ്പൊ രണ്ടുപേർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? കോസ്റ്റ്യൂമർ ആരാ? കോസ്റ്റ്യൂമർ തയ്യക്കാരൻ തയ്ക്കുന്നേ. ഓ, ഇവിടെ വെച്ചെന്ന് പറയാനല്ലേ? നമ്മളെ ഇന്നലെ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ ഞാൻ ഇല്ലായിരുന്നു. സുചേട്ടൻ കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, മനസ്സിലായോ? ഞാൻ വേറെ കാര്യം എന്ത് കാര്യ? പറയേ. നല്ല കോമഡിയാന്ന് വിചാരിച്ച് പറഞ്ഞതാ. ആണോ? നല്ല കോമഡിയാ, പൊളിഞ്ഞിട്ടേ. എന്താല്ലേ ഈ കോമഡി പൊളിയുമ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ പൊളിക്കാനല്ല, നമ്മൾ തകർക്കാനാണ് വന്നിരിക്കുന്നത്. അവിടെ പോയി ഇരുന്നാലും നടന്നോളൂ. നീ ബാ. അല്ല, നിന്റെ കൂടെ വന്ന ചിലപ്പോ ഞാൻ ശരി വാ. നമുക്കൊരു ചിരിപ്പൂരം ഒരുക്കാൻ വേണ്ടി ഒരു സ്കിറ്റുമായി എത്തുകയാണ് ടീം കോമിക് റൈഡേഴ്സ്. ദീപം ദീപം ദീപം. അത്താഴ പ്രശ്നക്കാരുണ്ടോ? ഉണ്ട്. ആ ഉണ്ടാ? ഉണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. ഇവിടെ കഞ്ഞിയാ. ആരാ പാടണത്? ആരേ? സുനിച്ചേട്ടനെ ഉറക്കുവാന്ന്. ആരാ പാടിയത്? അനിയാ. എന്താ ഇങ്ങനെ സൗണ്ട്? അവന് പനിയാ. ആണാ? അവനെ എനിക്കിട്ട് ഇറങ്ങി വരാൻ പറ. ഉറങ്ങിട്ടില്ലേ? പാപ്പം കൊടുത്താ? 8 മണിക്ക് കഴിച്ചടാ. പാപ്പം കൊടുത്തിട്ടാണ് കിടത്തിയിരിക്കുന്നത്. എന്ത് പാട്ടാണ്? ആരെങ്കിലും ഈ പാട്ട് പാടിയാ ഉറങ്ങോ? അത് വിളിച്ചേപ്പിച്ചേ. ഈ പാട്ടൊന്നും പാടി ഉറങ്ങിയല്ലെന്ന്. പിന്നെ എടാ, ഏത് പാട്ട് പാടണം? പുതിയ വെറൈറ്റി ആയിട്ടൊരു പാട്ട് പാടി പെട്ടെന്ന് ഉറങ്ങി. നീ ഏത് പാട്ടാണ്? ഇത് പാടി കഴിഞ്ഞല്ലോ എന്റെ ഏട്ടൻ കലിപ്പടായി എന്ന് പറഞ്ഞ പാട്ട് പാടും. ഏത് കലിപ്പടത് പാട്ട് പാടുന്നുണ്ട്. ഈ പാട്ട് പാടണം. സുനിച്ചേട്ട ഉറങ്ങുന്നു. പാട്. പാടിയല്ല എന്താ സുനിച്ചേട്ട ഉറങ്ങിയില്ല? പാട്, എനിക്ക് ഉറങ്ങണം. ഞാൻ പാടിയത് ഇതാരാ വന്നിട്ട് നോക്കിയ? ആരാ? നമ്മുടെ കളിപ്പാവ, കളിക്കൂട്ടുകാരൻ. ആര്? ഇത് നോക്ക്, നമ്മുടെ ഗിരീഷ്. വേണ്ടിട്ടേ ഓ, ശല്യം വന്നു. എനിക്ക് എന്താ താമസിച്ച വരാൻ? ഞാൻ നേരത്തെ ആണല്ലോ. എന്താണ് ഇങ്ങനെ കേറി വാ? നിങ്ങൾ വർത്താനം പറഞ്ഞിരുന്ന് നേരം വെളുപ്പിച്ചോ. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. മോനെ, നീ ഉറങ്ങുന്നില്ലേ? നീ ഇവരുടെ കൂടെ ഇന്ന് വർത്താനം പറഞ്ഞ സമയം കളി തലവേദന എടുക്കും. പോയി കിടന്ന് ഉറങ്ങ്. എന്റെ മോൻ നന്നായി വരും. എന്താ തമ്പായി എന്നൊക്കെ വിളിക്കണ? എന്താ നീ പോയതുണ്ടല്ലോ, എന്റെ ഏട്ടന്റെ ഭാര്യയാണ്, എന്റെ ഏട്ടത്തിയമ്മ. എനിക്ക് അമ്മയെ പോലെയാണ്. അമ്മയെ പോലെ എന്റെ സ്വന്തം അമ്മയാണത്. ഏത് ഈ പോയത്? അപ്പൊ നിങ്ങളുടെ അമ്മ എന്താടാ? അമ്മനെ ഞങ്ങള് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. എവിടാ? ഒരു സ്ഥലത്ത്. എവിടെയാണ് സേഫ് ആയിട്ടുള്ള സ്ഥലം? ഈ പ്രായമായിട്ടുള്ള ആൾക്കാരെ മടത്തിലല്ല, അതിന് മേളില് വൃദ്ധസ്ഥലത്ത്. അമ്മമാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണോ അത്? അറിയാ, അച്ഛന്മാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണെന്ന് അറിയാം. പക്ഷെ ആ കാറിനോട് ഓടിച്ചിട്ട് ഇരുത്തില്ല, അയാൾ ഓടിക്കളഞ്ഞില്ലേ? എന്ത് കഷ്ടോടാ നിങ്ങളുടെ കാര്യം. എന്താടാ? എന്താണെന്ന് മനസ്സിലായില്ലേ? എന്തൊരു രൂപമാണ് നിങ്ങളുടെ. കണ്ടിട്ട് തന്നെ ഒരു പ്രൗഢിയില്ലാത്ത രീതി. നീ ഇന്നും പണിക്ക് പോയില്ലേ? ഈ ആവശ്യമില്ലാത്ത കാര്യം എടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു ദിവസം പണിക്ക് പോകരുത്. ഞാൻ എങ്ങനെ പണിക്ക് പോകും? പഞ്ചായത്ത് പൈപ്പ് കാരണം എനിക്ക് പണിക്ക് പോകാൻ പറ്റും? പഞ്ചായത്ത് പൈപ്പിനെ നിന്നെ പിടിച്ച് കടിക്കോ? അതല്ലെന്ന്. ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി പണിക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോ എന്റെ വീടിന്റെ ഫ്രണ്ടിലാണല്ലോ പഞ്ചായത്ത് പൈപ്പ്. നിക്കാണ് ശാന്ത. ശാന്ത സമയത്താണ് പണിക്ക് പോകേണ്ടത്. അങ്ങനെയല്ലെന്ന്, ശാന്ത കുടവുമായി വന്ന് നിക്കണം. ശാന്തയുടെ കുടം? ഓ, ശാന്ത കാലിക്കുടം വന്നിട്ട് കാലിക്കുടം. ഈ കാലിക്കുടം കണ്ട ആരെങ്കിലും പണിക്ക് പോകും? ഈ ശാന്ത പോയിക്കഴിഞ്ഞാൽ പണിക്ക് പോകല്ലോ. ലീലവരും രമണി വരും ശാന്തയുടെ കൂട്ടുകാരികൾ. ഇവരിങ്ങനെ 10-10 വരെ ഈ വെള്ളം പിടിക്കാൻ ഒരു പരിപാടി. പിന്നെ ഞാൻ എങ്ങനെ പോകും പണിക്ക്? അപ്പൊ കാലിക്കുടം കണ്ട കാരണമാണ് നീ പണിക്ക് പോകാത്തത്. പോകാൻ പറ്റില്ല, വിശ്വാസം. അയ്യോ, കാലിക്കുടം കണ്ട ഞാൻ പോയില്ല. ഈ സണ്ണിയിലെ എറണാകുളത്ത് വന്നപ്പോ ഇങ്ങനെയല്ലേ പോയത്? സണ്ണിയിലെ എറണാകുളത്ത് വന്നാ അന്ന് ഈ കാലിക്കുടം ഇല്ലായിരുന്നോ? അന്ന് ഒരാഴ്ചത്തേക്ക് പൈപ്പിൽ വെള്ളമില്ല, നമ്മുടെ പത്രത്തിലുണ്ടായിരുന്നു. ഏറ്റവും ഫ്രണ്ടിൽ പോയി തൂങ്ങിക്കരുത്. അതിപ്പോ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കാലിക്കുടം കണ്ടിട്ട് പണിക്ക് പോയി കഴിഞ്ഞാൽ ജോലി മുടങ്ങുന്ന പറഞ്ഞ വെറും അന്ധവിശ്വാസമാണ്. ആര് പറഞ്ഞ അന്ധവിശ്വാസമാണ്? അന്ധവിശ്വാസമാണൊക്കെ ആരാ പറഞ്ഞത്? ദൈവഭയം വേണം. ദൈവഭയം ഉണ്ട്.
ആണോ ആ. നീ അമ്പലത്തിൽ പോകണം അമ്പലത്തിൽ പോകാറില്ല. അതെന്താ? എനിക്ക് ദൈവത്തെ പോയോ പിന്നെ ഞാൻ എങ്ങനെ പോകും? അങ്ങനെ എന്നൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേ, ഈ നിങ്ങൾ കാലിക്കുടത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോ ഈ ശാന്ത ചേച്ചി ഇതേപോലെ തന്നെ കുടം ഈ കാലിക്കുടം കണ്ട് ഞാൻ ഇത് നോക്കിയില്ല, പണിക്ക് അങ്ങോട്ട് ഒരൊറ്റ പോക്കങ്ങോട്ട് പോയി. എടാ ഞാൻ ചെന്നപ്പോ എന്റെ മേശരി പറയാണ് നിനക്ക് പ്രമോഷൻ. കൺഗ്രാചുലേഷൻ. ഞാൻ ബാങ്കിലല്ലേ ജോലി. പ്രമോഷൻ എന്ന് പറയാറില്ല, ഉയരങ്ങളിലേക്ക് കേറി നീ. ഉയരങ്ങളിലേക്കാണ്. എനിക്ക് അവിടെ മണ്ണരിക്കല പരിപാടി സൈറ്റിൽ. എന്നോട് പറഞ്ഞു നീ ഇന്ന് മണ്ണരിക്കണ്ട, ഈ കാണുന്ന ഫില്ലിംഗ് കട്ട മൊത്തം പൊക്കത്തിലേക്ക് കയറ്റിക്കോളാൻ. എത്ര നിലയില്? 12ാം നില. അയ്യോ ലിഫ്റ്റ് പോണ്ടേ? ലിഫ്റ്റാ? അതാണ് കാലിക്കുടത്തിന്റെ മഹിമ. ലിഫ്റ്റ് കംപ്ലൈന്റ്. അന്ന് ഞാൻ നിർത്തിയാണ് ഈ പരിപാടി. കാലിക്കുടം കണ്ട ഞാൻ പോകില്ല. അത് ഉറപ്പാണ്. എടാ, നീ പണിക്ക് പോണ്ടപ്പോ നിന്റെ പെണ്ണുങ്ങളൊന്നും പറയില്ല. അവളെ ഞാൻ സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിച്ചില്ലേ? സുരേഷിനെ ഏൽപ്പിച്ചാ? സുരക്ഷിതമായ കൈ. അതാരുടെ കൈ? അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തും കൊണ്ടങ്ങോട്ട് സുരക്ഷിതമായി ഏൽപ്പിച്ചു. എന്ത് കാര്യത്തിനാണ് അച്ഛൻ്റെ അമ്മയുടെ എന്ത് കാര്യം? ചെറിയൊരു പ്രശ്നം. എന്ത്? അവളൊന്ന് പാചകം ചെയ്ത് അവളുടെ പാചകത്തിൽ ഒന്ന് പുഴത്തി പറഞ്ഞു. കണ്ടാ മാരി പാചകം ചെയ്തതിനെ കലക്കനടിക്കുന്നത്. അവൾ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ അവളൊരു പായസം വെച്ച്. പായസം ഇഷ്ടമില്ലാത്തവരാരും. അടിപൊളി പായസം ഉണ്ടാക്കി നീ പുകഴ്ത്തി പറഞ്ഞു. അതിനെന്താണ് വീട്ടിൽ ഉണ്ടാക്കിയത്? അവള് വെച്ച പായസമല്ല സാമ്പാറാന്നത്. അത് മോശമെന്ന് പറഞ്ഞാണ് അങ്ങോട്ട് കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കിയത്. അതൊക്കെ എന്റെ അടുത്തമ്മന്റെ തമ്പായി. പായസം ഉണ്ടാക്കിയ പായസമാണ്, സാമ്പാർ ഉണ്ടാക്കിയ സാമ്പാറാണ്, അവിയൽ ഉണ്ടാക്കിയ ഞാൻ അവിയൽ പരിവാണ്. അത് വരുമോ? ഇവിടുത്തെ പട്ടിണ്ടല്ല, ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് നിപ്പുണ്ട്. അറിയാമോ, ഈ പട്ടി വരന്റെ അടുത്തമ്മണ്ടല്ല അമ്മയിട്ടാ കാണുന്നത്. എനിക്ക് ഇവിടുത്തെ പട്ടിനൊന്ന് പരിചയപ്പെടണം. ഇവിടുത്തെ പട്ടിനൊന്ന് പരിചയപ്പെട്ടാക്കൊള്ളാന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് തന്നെ വൈകിട്ട് ഞങ്ങൾ 1/2 കിലോ ഇറച്ചി മേടിച്ചു. ഈ ഇറച്ചി എന്റെ ഏട്ടത്തിമ്മ കൊണ്ട് കൊടുന്നിട്ട് നല്ല വേപ്പിലേക്ക് ഇട്ട് മുളകൊക്കെ തേച്ച് കുരുമുളകൊക്കെ ഇട്ട് ഒരു വെപ്പങ്ങ് വെച്ചു മോനെ മൂക്കിലുണ്ട് മണ്ണടിച്ചിട്ട് ഇന്ന് കഴിച്ചിട്ട് കിടന്നാ കേട്ടാ. ഇന്ന് നമ്മൾ 3 പേര് അടിപൊളിയായിട്ട് കഴിക്കും അവിടെ ഇരുന്നു. ആര്? 3 പേര്. അതാണ് ഞാനും എന്റെ അനിയനും കൂടെ എവിടെ നിന്നും കഷ്ടപ്പെട്ട് 1/2 കിലോ ഇറച്ചി മേടിക്കും. അപ്പൊ ഏതെങ്കിലും നാളെ അന്ന് വന്നുള്ളൂ തിന്നാനായിട്ട്. എന്നെയാണ് ഉദ്ദേശിച്ചത്. അല്ല നിന്നെയല്ല, പൊതുവേ ഞാൻ പറഞ്ഞതാ. ഹരിപ്രസാദിന് ഒരു കാര്യം മറന്നുപോയി, ഇറച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. തമ്പായി, എന്താ മോനെ? നമ്മുടെ ഹരിപ്രസാദിന് ഇറച്ചി കൊടുത്തായിരുന്നാ? കൊടുത്ത്. സമാധാനായി. ഹരിപ്രസാദ അച്ഛനാണ്. അച്ഛൻ ഓയെന്ന് പറഞ്ഞിട്ട് നിങ്ങള് ഇവിടുത്തെ പട്ടിയില്ലേ, അച്ഛന്റെ സ്ഥാനത്ത് ഇപ്പൊ ഞങ്ങൾ അതിനെ കാണുന്നത്. അതാണ് ഞങ്ങൾ അച്ഛന്റെ പേരായിട്ട് ഹരിപ്രസാദ്. ഇങ്ങനെ ഒരു പട്ടിനെ ഞാൻ പേര് കേട്ടിട്ടില്ല, ഹരിപ്രസാദ്. അതെല്ലേ? ഈ നിങ്ങൾ ഈ പട്ടിനെ കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഈ പട്ടിനെ ഞാനും ഹരിപ്രസാദ് ഹരിപ്രസാദിന് ഞാനും എന്റെ അനിയനും കൂടെ എത്ര പ്രാവശ്യം കൊണ്ട് കളഞ്ഞാന്നറിയാവോ? എന്നിട്ട് ഒരു തോടിന്റെ അക്കരെ കൊണ്ട് കളഞ്ഞ് ഞങ്ങൾ വന്ന് വീട്ടിലിരിക്കുമ്പോഴേ നീ വാദിപ്പെട്ട് ഇങ്ങിരിക്കരുത്, അച്ഛനല്ലേ വന്നിരിക്കണം, വല്ല പറയാൻ പറ്റുവാ? അപ്പൊ ഇവൻ പറഞ്ഞ് അച്ഛൻ ഉറങ്ങിട്ട് കൊണ്ട് കളയാന്ന്. ഉറങ്ങിക്കഴിഞ്ഞ് ഞങ്ങള് ഒരു ചാക്കി കെട്ടി ഒരു തോട് നിന്ന് ചക്കര ചെന്ന് മല കയറി അപ്പുറത്ത് ചെന്ന് ഒരു കാട്ടി കൊണ്ട് കളഞ്ഞ് ഞങ്ങളോട് 4 മണിക്കാ പോയത്. തിരിച്ചു വരുമ്പോ 7 മണിയായി. രാത്രിയായി. വഴി അറിയാൻ പറ്റുവാ? അറിയാൻ പറ്റില്ല. ഇല്ല. ആകെ കൂടി അറിയാവുന്നത് നിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. രാത്രി ഞങ്ങൾ അവിടെ കിടന്ന് പെട്ടുപോയില്ലേ? അവസാനം ഏട്ടായി ചെയ്ത പണി എന്താ പരിപാടി ഒന്ന് പറഞ്ഞോടത്തെ. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ ചാക്കിന്റെ കെട്ടങ്ങോട്ട് അഴിച്ച് ഈ അച്ഛനെ അടുത്ത് പുറത്തങ്ങോട്ട് ഇരുത്തി. ഈ അച്ഛൻ ഓടി അങ്ങോട്ട് പോയി. അതിന്റെ പുറകെ അങ്ങോട്ട് പറഞ്ഞു. ഓ, നിങ്ങളുടെ ബുദ്ധി അപാരമാണ് കേട്ടാ. എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഈ ഹരിപ്രസാദ് ഇവിടെ. ഹരിപ്രസാദേ ചേട്ടായി കൈ മാറ്റി, കൈ പിടിച്ച അനക്കല്ലേ കേട്ടോ. അനക്കരുത്. ഏട്ടാടെ കയ്യിൽ ഒരു കൊതുകിരുന്ന് കടിക്കണ്ടായിരുന്നാ? അതിനൊക്കെ ഒന്നാണ്. ചേട്ടന്റെ കയ്യിൽ കൊതുകിരുന്നെങ്കിൽ നീ അടിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ കടിച്ച് എനിക്കാണ് വേദനിക്കണത്. അയ്യോ, അങ്ങനെയാണ്. അവിടെ പിച്ചലി എനിക്ക് വേദനിക്കണമെന്ന്. അവരെ തല്ലി എനിക്കല്ലേ വേദിക്കണത്. എന്താ ഇത്? എന്താണ് ഇവിടെ ഇങ്ങനെ? അങ്ങനെ അത്രക്ക് രക്തബന്ധമാണ് ഞങ്ങൾ തമ്മില്. മോനെ നീ ഗുളിക കഴിച്ചായിരുന്നോ? എനിക്കറിയാം നീ മറക്കും. ഇത് കഴിച്ചങ്ങട്. ചേട്ടൻ വെള്ളം കുടിക്കേ. തമ്പായി കാത്തോണേ. ഇത് ആർക്കാണ് ഇതിൽ ഗുളിക കൊടുത്തത്? ചേട്ടന് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് മരുന്ന് കൊടുത്തതാ. അതെ. ഈ ആർക്കാണ് ഈ ഗുളിക കൊടുത്തത്? ആർക്കാ? അനിയനെ. ഇവിടെ അല്ല ഗുളിക കൊടുക്കേണ്ടത്. ഇവരിൽ ആര് കഴിച്ചാലും ഒരുപോലെ അല്ലേ? എനിക്ക് വയ്യ. ഇത് 3 പേരും ഒരേ മെത്തേഡിലാണ്. എന്ത് പറയാനാണല്ലേ? ഈ നിങ്ങളുടെ ഈ ചേച്ചി ഉണ്ടല്ലോ ഒരു കാര്യം, ഇവര് അയൽക്കൂട്ടത്തിൽ എനിക്കെതിരെ ചെറിയൊരു സംഭവം. അത് പറഞ്ഞപ്പോഴാ നിന്നെ ഞാനൊന്ന് പിടിക്കാനിരിക്കണേരുന്നു. നീ ഇന്നലെ ശാന്തയുടെ വീട്ടിലെ ഡോർ പണിയാൻ പോയായിരുന്ന? ചെറിയൊരു ഡോർ പണിതു. ശാന്തയില്ല, അയൽക്കൂട്ടത്തിലും പൈപ്പും ചോട്ടിലും ബ്യൂട്ടി പാർലറിലൊക്കെ നിന്റെ കുറ്റവും പറഞ്ഞ് നടക്കണേണ്. എന്തിന്? ആ ഡോറ് പൊളിഞ്ഞു വീണെന്ന്. അതൊരിക്കലും ഈ ശാന്ത വെറുതെ കല്ല് വെച്ച നുണയെ പറഞ്ഞു. പൊളിഞ്ഞു വീണ്
ഞാൻ എന്തെല്ലാം പണികൾ ചെയ്യുന്നുണ്ട് ഇതിൽ ഡോർ വെപ്പാണ് എന്റെ മെയിൻ പരിപാടി. ഈ ഡോർ ഒരിക്കലും പൊളിയില്ല, എനിക്ക് ഉറപ്പാണ്. എടാ പൊളിഞ്ഞ് വീണെന്ന്. പൊളിയില്ല 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 പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞ്. പൊളിഞ്ഞ ആ. അങ്ങനെ എന്നെ തുറക്കി അടക്കി ചെയ്തു. അപ്പൊ പിന്നെ ഈ ഡോർ തുറക്കി അടക്കൊന്നും ചെയ്യണ്ടേ? അവൾ എന്നോട് പറഞ്ഞെന്നു നല്ല പോലത്തെ ഒരു അടച്ചുറപ്പുള്ള ഒരു ഡോർ പണിത് തരാൻ പറഞ്ഞു. അതുപോലെ ഒരു സാധനം ഞാൻ പണിത് കൊടുത്ത് ഇനിയിപ്പോ അത് പൊളിഞ്ഞു പോന്ന് പറഞ്ഞ് എന്നെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? മോനെ, നമ്മുടെ ബാത്റൂമിന് അടച്ചുറപ്പുള്ള ഡോറ് ഇവനെ കൊണ്ടല്ലേ വെപ്പിച്ചത്? വേണ്ടട്ടാ, അവൻ അഡ്വാൻസ് കൊടുത്തു പോരുത്. വെപ്പിക്കണ്ട, നമുക്ക് ഡോറ് വേണ്ട കേട്ടാ. നീ ഇവന്റേക്ക് കൂട്ടും കൂടി നിന്റെ ബുദ്ധിയും കൂടി പോവും, മനസ്സിലായാ? നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് കേട്ടാ. മോൻ പോയി കിടന്ന് ഉറങ്ങേ. തമ്പായി ഉറങ്ങാൻ പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങേട്ടായി. ഇവരുണ്ടല്ല എന്റെ ഭാര്യ ഇവരെ കാണണമെന്ന് അറിയാ, ദൈവത്തെ പോലെയാണ്. അനിയൻ ഇങ്ങനെയാണ് അനിയൻ. ഒരു ചന്ദനം കൂടി തൊട്ട് കൊടുത്താൽ തൊഴ അവിടെ ഇരുന്നു. ദൈവത്തെ പോലെ കാണുന്ന ഒരു സാധനം. നീ പോണില്ല വീട്ടിൽ? ഞാൻ പൊക്കള. എടാ നീയൊക്കെ ഒരു കാര്യം, ഒരു സാധനം നമുക്ക് ആരെങ്കിലും അറിഞ്ഞു തന്നാൽ അത് മേടിച്ചോണം. എന്താ നിങ്ങൾ രണ്ടൊരു പൊട്ടന്മാരായി പോയി. എന്താണെന്ന് എന്നെ പോലത്തെ ഒരു കൂട്ടുകാരനെ എപ്പോഴും കിട്ടില്ല. എന്താണ് മനസ്സിലാക്കണം നിങ്ങൾ. എന്താ നിങ്ങൾക്ക് ഒരു കക്കൂസ് അനുവദിച്ചിട്ട് നിങ്ങൾ മേടിച്ചാ? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കക്കൂസ് ഉണ്ടല്ലോ. എടാ അത് അറ്റാച്ച്ഡ് അല്ലേ, ഒരെണ്ണം വേറെ പഞ്ചായത്തിന് കിട്ടിയിട്ട് നിങ്ങൾ മേടിച്ചാ? ഞങ്ങൾക്ക് കക്കൂസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു മകേഷ് കൊടുത്തേക്കാൻ. ഞാൻ പറഞ്ഞു എന്തിനാണ് മകേഷ് കൊടുക്കുന്നത്? നിങ്ങൾക്ക് അത് എന്ത് കിട്ടിയെന്താ? ഇടാ മകേഷ് കക്കൂസ് ഇല്ല, അവന് കൊടുത്തിട്ടുണ്ടേ. എന്തിനാ നിങ്ങൾക്ക് എന്നിട്ട് മകേഷിന് കൊടുക്കേണ്ട? എന്താ കൊടുക്കണെന്നാ? ഈ മകേഷേ അവന്റെ പ്രതികാരം മുഴുവൻ നിൽക്കണം എന്റെ പറമ്പിൽ അറിയാവാ. അതാണല്ലേ? എനിക്ക് നിങ്ങളൊരു വർത്താനം പറയാൻ. അടുത്ത ദിവസങ്ങളിൽ എനിക്ക് പണിക്ക് പോകണം. ഈ കാലിക്കുടം കണ്ടിട്ട് എനിക്ക് നടക്കില്ല. ഞാനത് വേറെ രീതിയിൽ നിന്ന് കാലിക്കുടം ചേഞ്ച് ചെയ്തിട്ട് പണിക്ക് പോകും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തോ കേട്ടാ. ഏട്ടായി വന്നിരുന്നു. അവന്റെ മിണ്ടായിരിക്കുന്നല്ല കേട്ടാ. അവനെ നമ്മളെ തമ്മിലടിപ്പിക്കാൻ ചോറിന്റെ വേണ്ടി വന്നവൻ. അതെ ഏട്ടായിക്ക് ഇന്നലെ കാല് വേനിക്കെന്ന് പറഞ്ഞായിരുന്നു. കാല് ഇവന്റെ കൂടെ കൂടരുത് ഒരിക്കലും. അവന്റെ കൂടെ വീട്ടിൽ കയറ്റരുത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ വീട്ടിൽ തമ്പായി ഉണ്ടാ? തമ്പായുണ്ട്. ഈ തമ്പായുള്ള വീട്ടിലേക്ക് എന്താണ് എപ്പോഴും വലിഞ്ഞു കയറി വരുന്നത്? അതാണ് ഞാൻ. അതുപോലെ ഒരു കള്ള ലക്ഷണം കണ്ടല്ലോ അവന്റെ. അവൻ ഒന്നാമത് നാട്ടിൽ ഭയങ്കര സ്ത്രീ വിഷയത്തിൽ ഭയങ്കര പേരാണ്. എന്തോ ഞാനൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങിയാലും ആലോചിക്കേ. തുടങ്ങിക്കോ. നിന്റെ അഭിപ്രായം എന്താ? ഏട്ടായി എന്ത് തുടങ്ങിയാലും ഞാൻ കൂടെ ഇല്ലേ? പിന്നെ ഉണ്ടല്ലോ തമ്പായുടെ ഒരു സംഭവം കൂടി ചോദിക്കണം. അത് വേണം, അത് വേണം. എന്താ ഏട്ടാ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഒന്ന് കിടത്തി ഉറക്കൂലേ? ഞാനേ പുതിയൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങിയാലും ആലോചിക്കുക. ബിസിനസ്സാ? നല്ല, പക്ഷെ കാശ് വേണ്ടേ? കാശ് എനിക്കൊരാളൊരു 500 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ ഏട്ടാ? അത് എന്റെ ഒരു അളിയൻ. നിങ്ങൾക്ക് കാശ് തന്നത്? തമ്പായി എന്താ മോനെ ഇങ്ങനെ വഴക്കിടില്ല, എനിക്കാണ് കൊള്ളണത്. അയ്യോ എന്റെ മോന് വേദനിച്ച. ഈ 500 രൂപ കൊണ്ട് എനിക്ക് കള്ളുകുട്ടികളല്ല, പിന്നെ ബിസിനസ് നടത്താനാണ്. എന്ത് ബിസിനസ്സാണ്? ഈ 500 രൂപയ്ക്ക് ഞാൻ മുട്ട മേടിക്കും, കോഴിമുട്ട. കോഴിമുട്ട എന്തിനാ? പൂക്കൾ ഇടാനാ? ഓ എടി കോഴി വിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവിടെ? കോഴി ഓടുന്നു, മുട്ടയിടുന്നു, കാഷ്ടിക്കുന്നു, ഒക്കെ വെകളാ ഇവിടെ. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഈ കോഴിനെ കൊണ്ട് വിൽക്കേ. കണ്ട അയാളുടെ സ്വഭാവം എടുത്തോണ്ട് എല്ലാ സാധനവും ഇങ്ങനെ വിൽക്കണേ. എന്തിനാണ് ഇപ്പൊ കോഴിനെ വിൽക്കണേ? എന്തിനാ നിങ്ങൾ ഈ കോഴിനെ വിൽക്കണ ചുമ്മാതല്ല, പിന്നെ കോഴിനെ വിറ്റ് ഞാൻ ആടിനെ മേടിക്കും. എന്നിട്ട് ആടിനെ മേടിച്ച ഒരാട് കൊണ്ട് ഒറ്റ പ്രസവത്തിൽ എന്തോരം കുഞ്ഞുങ്ങളാ. ആണ് ഒരു സുപ്രഭാതത്തിൽ ആടിനെ കണ്ടുകൊണ്ട് വിൽക്കുകയാണ്. കണ്ട ഇയാള് നിങ്ങൾ നന്നാവൂല. നിങ്ങൾ പിന്നെ കൊണ്ട് വിറ്റ് 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 നിക്കണേണല്ല. എടി ആടിനെ വിറ്റിട്ട് പശുവിനെ മേടിക്കൂല. പുല്ല് മോനെടുത്തോളൂ പശുവിന്. പുല്ലെടുക്കും, ചാണകമാരെല്ലാം ചെയ്യും. എന്റെ മോൻ. എന്നിട്ട് ഈ പശുവിനെ മേടിച്ചിട്ട് നമ്മ എന്ത് ചെയ്യും ചേട്ടാ? ഈ പശുവിന് 10 ലിറ്റർ പാല് കിട്ടും. 7 ലിറ്റർ ഞാൻ സൈക്കിളിൽ നിന്ന് ചവിട്ടി സൊസൈറ്റി കൊണ്ട് കൊടുക്കും. 2 ലിറ്റർ ഞാൻ നീയും കൂടെ കാച്ചി കുടിക്കും. പിന്നെ 1 ലിറ്റർ എന്റെ അച്ഛനും അമ്മക്കും കൊടുക്കാം. അച്ഛനും നമുക്ക് കൊടുക്കാം. അത് നല്ല കാര്യം. കണക്ക് നമ്മ രണ്ടുപേരും കണക്കിൽ വീക്കാർന്നല്ല. കണക്ക് എന്തോ പാലിട്ടുണ്ട് ഇവിടെ. അതെങ്ങനെ? ഒന്ന് 10 ലിറ്റർ പാല് കിട്ടിയല്ലോ. 10 ലിറ്റർ പാല് കിട്ടി. അതൊന്ന് കണക്ക് പറയാം. കറക്റ്റ് 7 ലിറ്റർ സൊസൈറ്റി കൊടുത്തു. 2 ലിറ്റർ ഞാൻ ഇവിടെ കൊണ്ട് കാച്ചി കുടിച്ചു. 1 ലിറ്റർ ഇവിടെ അച്ഛനും അമ്മക്ക് ഞാൻ കൊടുത്തു. എന്റെ അച്ഛനും അമ്മക്ക് എന്താ ഈ തന്തയും തള്ളും കുഴിലേക്ക് കാലിനിട്ടിരിക്കുന്ന തന്തയും തള്ളും പാല് മാത്രം കുച്ചുള്ള? എന്താ മോനെ എന്റെ അച്ഛനും അമ്മേനെ ഇങ്ങനെയൊക്കെ പറയണേ? എന്താ മോനെ? അപ്പൊ എന്താ വയറ്റിലേക്ക് പാല് ഇറങ്ങൂല? എനിക്കെന്താ പാലില്ലേ? മോൻ എന്തിനാണ് ഇപ്പൊ പാല്? അവര് പ്രായ ആൾക്കാർ, അവര് കുടിക്കട്ടെ. ഈ മരിക്കാൻ കിടക്കുന്ന അവർക്ക് എന്താണ് ഈ പാലെന്ന്? പാല് കുടിക്കട്ടെ. ആങ്ങളല്ലേ കാശ് തന്നത്? ആരാങ്ങളാ? ഈ കോക്കാച്ചിലെ ആങ്ങളെ പൈസ എന്ന് പറയാൻ എനിക്ക് പാല് കുടിക്കാൻ പാടില്ല ഇവിടെ. നീ എന്താണ് പറഞ്ഞത്? ഈ തള്ളെന്താണ് പറഞ്ഞത്? ഞാനിപ്പോ തള്ള എന്തോരം ചോറന്റെ ഈ കൈ കൊണ്ട് നിനക്ക് ഞാൻ വാരുന്ന നന്ദിയില്ലാത്തവനെ. അയ്യോ ഈ ചോദിട്ടുണ്ട് അടുക്കള ഭാഗത്തോട് ഞാൻ നന്നാക്കി പറഞ്ഞിട്ട് ഛർദിച്ചോളെ. അമ്മായി പറയണത് നിങ്ങൾ നിനക്ക് നാണോണ്ടാ നാറി. ഈ കുടുംബം ഇറങ്ങ. ഞാൻ എങ്ങോട്ട് ഇറങ്ങാൻ? നീ ഇറങ്ങ.
ഇറങ്ങി പോടാ എന്റെ കുടുംബത്തിൽ നിന്ന് നീ ഏയ്, ഇറങ്ങി പോടാ. ഏയ്, അങ്ങനല്ല അത് നീയല്ല പറഞ്ഞത്. ഈ നിൽക്കുന്ന എന്റെ നേട്ടനാരി പറഞ്ഞ ഞാൻ ഇവിടെ ഇറങ്ങണം. അപ്പൊ ഞാൻ ഇറങ്ങാം. ഇറങ്ങിക്കോ ആ, പോ. ചെല്ലി വിട്ടോ, വിട്ടോ. പോടാ പോ നീ എന്റെ വിട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ വിട്ടോടാ. പോടാ ഒരു കാര്യം ഞാൻ പറയാം. ഇനി അനി സുനിയില്ല, സുനിയും അനി മാത്രമേ ഉള്ളൂ. ആ ഉള്ളു. ആ. ആ. എന്റെ പൊ- അയ്യോ എന്റെ കല്യാണം പോയേ, എന്റെ കല്യാണം പോയേ, അയ്യോ അയ്യോ എന്റെ സ്ത്രീധനം പോയേ, അയ്യോ. എന്താ ബഹളമാ ഇവിടെ? എടാ, എനിക്ക് ഇവിടെ കിടന്നുറങ്ങട്ടെ. എടാ, എന്തുവാ ഇവിടെ? തന്റെ ഭർത്താനം കേട്ട തന്റെ പായി നല്ലോണം ഞാൻ എന്റെ കഷ്ടത്തിരിക്കണ ആ, പോലെ നീ അതുകൂടെ പറയാ. ഞാൻ സംസാരിക്കും. എന്റെ കൂട്ടുകാരൻ എന്താണ് ഇവിടെ സംഭവം? എന്താണെന്നാ? എന്താ സംഭവം? പറഞ്ഞോട്ടെ. എന്താ സംഭവം? എന്താ സംഭവം? എന്താ സംഭവം? എന്താ? ഇവനിപ്പൊ പാല് വേണോന്ന് പാല് കുച്ചണം പോലും എന്താണ് കുഞ്ഞാവാവ. വേറൊന്നല്ല, ഈ ഏട്ടന്നാറി ഇത്ര നാൾ ഞാൻ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഇയാളെ പാട്ടുപാട്ട് ഉറക്കണം ഞാനാണ്. എന്നിട്ട് അയാൾ ചെയ്ത പണിയെന്ന് അറിയാമോ? ശ്ശി, എന്താണ് ഇത്? അപ്പൊ നീ എന്തെല്ലാം ഇവിടെ എന്നോട് ചോദിച്ചില്ലേ? ഇവൻ ചെയ്ത പണി അറിയാവാ? എന്താണ്? എടാ ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലട്ടിരിക്കുമ്പോഴേ ഇവൻ ചിക്കൻ ബിരിയാണി കഴിച്ചത് അറിയാവാ? ഇവൻ ഒറ്റ വിടരുത്. എങ്ങനെ ശബരിമലക്ക്? ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലട്ടിരിക്കണ. അപ്പൊ ഇവൻ ചിക്കൻ ബിരിയാണി മേടിച്ച് കഴിച്ചറിയാവാ? അവൻ ചിക്കൻ ബിരിയാണി കഴിക്കുന്നത് നിനക്കെന്താണ്? ഇപ്പൊ എന്റെ വൃത്തം പോവല്ലേ? എങ്ങനെ വൃത്തം തെറ്റിയല്ലേ? വൃദ്ധമല്ല മനുഷ്യ വൃദ്ധം. അതെങ്ങനെ തെറ്റും? എടാ ഞാൻ കഴിച്ചാലും അവൻ കഴിച്ചാലും ഒരുപോലെ അല്ലടാ. നീ കൊന്നടാ. എന്താ? ഇവിടെ സംസാരിക്കും, എന്റെ വീട്ടിൽ സംസാരിക്കും. എന്താണ് നീ പറ? ഞാൻ 130 ഡിഗ്രിയിൽ പനി പിടിച്ച് വിറച്ചിടണം സമയത്തുണ്ടല്ലോ, അയാൾ തണുത്ത വെള്ളത്തിൽ പോയി കുളിച്ചടാ. എനിക്ക് പനി കൂടിയില്ലേ? അവൻ അന്നേരം ഒന്ന് കുളിക്കട്ടെ. എടാ എനിക്ക് പനി കൂടൂലേ? ദേ, ഇപ്പൊ ഇവിടുത്തെ സംഭവം എന്ന് അറിയാമോ? ഇയാളൊരു പശുവിനെ മേടിച്ച് 10 ലിറ്റർ പാല് ഇറങ്ങുന്ന പശു. ഇയാൾക്ക് 10 ലിറ്റർ പാല് കിട്ടി. 7 ലിറ്റർ അയാൾ സൊസൈറ്റി കൊണ്ടുകൊടുത്തു. 2 ലിറ്റർ ഇയാളും ഇയാളുടെ ഭാര്യയും കൂടി കുടിച്ച് ബാക്കി 1 ലിറ്റർ ഉണ്ട്. അത് ഇയാളുടെ പെരട്ട ഈ തള്ള ഉണ്ടല്ലോ, തള്ള, അയാളുടെ തള്ളക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തേക്ക്. സംസാരിക്കല്ലോ നിങ്ങൾ. ദേ, നീ ഞങ്ങളുടെ ഭാഗത്താണോ അവന്റെ ഭാഗത്താണോ? അങ്ങനെയല്ല. നീ ഇവിടെ ഈ പുറത്ത് വാ. ഞങ്ങളുടെ ന്യായത്തിന് ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങനെ എന്താ സംഭവം എന്ന് പറഞ്ഞേ. കാര്യം കേൾക്കട്ടെ. എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിന് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി എന്റെ സ്വന്തം അനിയൻ, അല്ലാണ്ട് ഇവനെ പോലത്തെ കച്ചറയല്ല, എന്റെ സ്വന്തം അനിയൻ എന്റെ ഭർത്താവിന് 500 രൂപ കൊടുത്ത് 500 രൂപയ്ക്ക് എന്താ ബിസിനസ് ചെയ്യാനാ ഈ കാലഘട്ടത്തിൽ? മൊട്ട ബിസിനസ് ചെയ്യാങ്ങോ. അതെന്നെ കൂടോത്രം ചെയ്യാനോ? എടാ, ഞാൻ പറഞ്ഞിരിക്കണം, ഞാൻ സംസാരിക്കാം. എന്നിട്ട് മുട്ട വിരിയിച്ച് കോഴി ആ കോഴിനെ അവന്റെ വാക്കും കേട്ടത് ഇയാള് കൊണ്ട് വിറ്റേക്കാണ്. ഇയാളെ എന്തിനെ കൊണ്ടു കിടക്കും? കൊന്നുകളെ അല്ല വിറ്റെങ്കിലും ഞാൻ ആടിനെ മേടിച്ച്. ആടിനെ മേടിച്ച നല്ല കാര്യമാണ്. ആടിനെ വാങ്ങിച്ച്. ആടിനെ മേടിച്ചെങ്കിൽ നല്ല കാര്യം. ആടിനെ മേടിച്ചിട്ട് പിന്നെ അവന്റെ വാക്ക് കേട്ടിട്ട് ഈ ആടിനെ ഇയാള് വിറ്റ്. ഇയാളെന്തിനാ ആടിനെ വിറ്റതെന്ന്? പശുവിനെ മേടിച്ചില്ല കൊടുത്ത്. പശുവിനെ മേടിച്ചല്ലോ. പശുവിനെ മേടിച്ചാൽ പിന്നെ കുഴപ്പമില്ല. ആടിനെ വിൽക്കുന്നത് പാല് കുഴപ്പമില്ല. കിട്ടാൻ സ്വാഭാവികമാണ് കാര്യം. പശുവിനെ മേടിച്ചതാണ് ഇവിടെ ഇത്രയും വിഷയം ഉണ്ടായത്. ഇവിടെ എന്തിനാണ് ഒരു പശുവിനെ മേടിച്ചെങ്കിൽ? എടീ പശുവിനെ മേടിച്ച അയാൾ പശു പാല് കൊടുത്താ. ഞാൻ പറയണത്, ഞാൻ അവരുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ എന്തിനാ ഈ പശുവിനെ അവര് മേടിച്ചത്? മോശമാണോ? പശുവിനെ മേടിച്ച പശു 1 ലിറ്റർ പാല് 1 ലിറ്റർ പാല് എനിക്ക് തന്നില്ല. ആർക്കെന്തില്ലെന്ന്? എനിക്ക് തരുന്നില്ല അവര്. എടാ, നിന്നോട് ആര് പറഞ്ഞു? നിനക്ക് പാല് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞില്ല നിന്നെ ഇവര് ഒഴിവാക്കും. ഇവര് ഒഴിവാക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. നീ ഇപ്പൊ സ്ഥലവും ഒക്കെ നിന്റെ പേരിൽ നിന്ന് പോകും. അതൊക്കെ പീടുന്ന എങ്ങാണ്ട് കിട്ടിയ സാധനത്തിനെന്ന് അവൻ നാടൻ എന്നെ വിടാൻ, എന്നെ വിടാൻ, എന്നെ വിടാൻ, എന്നെ വിടാൻ. ആര് പിടിച്ചില്ല? അല്ല പിടിച്ചാലും വിടല്ലേ? വിട്ടതല്ലേ? നാടക്കാരിനെ കുത്തിക്കൊണ്ടുവന്നപ്പോ ഞാൻ ഓർത്ത് ഇങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യം എനിക്കറിയാവുന്ന കാര്യം. നീ അവന്റെ ഭാഗത്താണ് ഞങ്ങളുടെ ഭാഗത്താണ്? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഞാൻ രണ്ടുപേരുടെ ഭാഗത്തുണ്ട്. ആണാ? എന്നാ പിന്നെ നീ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണം. കുഴപ്പമില്ല. ഞങ്ങളുടെ പശുവിനെ തന്നെ ചെയ്യലുണ്ടല്ലോ. നിനക്കൊരു കാര്യം അറിയണം. ഞങ്ങളുടെ പശു എന്റെ അനിയൻ തന്ന കാശിന് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങളുടെ ബിസിനസ് കൊണ്ട് എടുത്ത് മേടിച്ച പശു 10 ലിറ്റർ പാൽ. ആ പാലിന് 7 ലിറ്റർ എന്റെ ചേട്ടൻ കൊണ്ട് സൊസൈറ്റി കൊണ്ട് കൊടുത്ത് ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കണ്ടേ? വേണ്ടേ? അവൻ 1 ലിറ്റർ കൊടുത്തില്ലെന്നും പറഞ്ഞ അവൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കണ കാര്യമുണ്ടോ? ആഹാ, അത് ശരി. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. ഇതിന്റെ കാരണക്കാരൻ ഇവൻ ഒറ്റ ഒരുത്തൻ. ഇപ്പൊ ഈ പശു ഉണ്ടല്ലോ, ഈ പശു ഒറ്റ പശുവാണ് എന്റെ ജീവൻ തകർന്നിരിക്കുക. എനിക്ക് ഇതിലൊരു തീരുമാനം നീ ഉണ്ടാക്കിയതാ. ഈ പശുവാണ് ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം. പശുവിനെ പോയി പിടിയടാ. പശുവിനെ പിടി. ഈ പശുവിനെ പിടിച്ചോണ്ട് വാ. ഈ പശുവിനെ പിടിച്ചോണ്ട് വാ. ഈ പശുവിനെ പിടിച്ചോണ്ട് വന്നിട്ടേ അല്ല കാര്യമുള്ളൂ. അതെ, ചിലപ്പോ ഇവളുടെ ആങ്ങൾ എനിക്ക് 500 രൂപ തരുമായിരിക്കും. അപ്പൊ പശുവിനെ മേടിച്ചിട്ടില്ലേ? അപ്പൊ തന്നാ ഞാൻ മുട്ട മേടിക്കും. മുട്ട മേടിച്ചാൽ വിരിച്ചാൽ കോഴിയായിവോ? കോഴിനെ കൊടുത്താൽ ഞാൻ എനിക്ക് ആടിനെ മേടിക്കാൻ പറ്റേ. പിന്നെ അതിനെ വിറ്റിട്ട് പശുവിനെ മേടിക്കും. അപ്പൊ 10 ലിറ്റർ പാല് കിട്ടിയല്ലേ? പിന്നെ കിട്ടും. അതാണ് അപ്പൊ ശരിക്കും സംഭവം. സങ്കല്പമാണെങ്കിൽ സങ്കല്പമായിരുന്നു. അപ്പൊ പശുവിനെ മേടിച്ചിട്ടില്ല. മേടിച്ചിട്ട് മേടിക്കും. അതിനാണ് ഈ സംഭവം ഇത്ര ഒപ്പിച്ച് കിട്ടിയത്. പശുവിനെ ഇല്ല, പാലും ഇല്ല. ഒന്നുമില്ല, സങ്കല്പമാണല്ലോ. ഇങ്ങോട്ട് വന്നേ. എന്താ അവനടിക്ക്, അവനടിക്ക് കൊല്ലി, അവനെ കൊല്ലാൻ, അവനടിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ എന്റെ ഭർത്താവിന്റെ തലയിൽ എന്തിനാണോ?
എന്തിനാന്നാ നിങ്ങൾ ഈ മേടിക്കാനിരുന്ന ഒരു പശുവില്ലേ ഞാൻ വെക്കാനിരുന്ന 4 വാഴയാണ് തിന്നു തീർത്തത്. അണ്ണാ 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 അടിച്ചവന്റെ തലമട തല്ലി പൊട്ടി. എന്തിനാണ് ജോർഡൻ നിൽക്കുന്നു, പിന്നെ വാട അവന്റെ അപ്പൊ ചുരുക്കി പറഞ്ഞ മലർപ്പൊടിക്കാരന്റെ കഥയായിരുന്നു അല്ലേ? മലർപ്പൊടിക്കാരന്റെ കഥ പുതിയ രൂപത്തിൽ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. പക്ഷെ നിങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്തു ആ കഥ. യെസ്, വെരി ഗുഡ്. ആ ഒരു ആക്ഷൻ സീക്വൻസും ഫൈറ്റും ആ തുടക്കത്തിലെ സ്നേഹവും അത് കഴിഞ്ഞിട്ടുള്ള തല്ലും ഒക്കെ മൊത്തത്തിൽ രസമുണ്ടായിരുന്നു. സുചേട്ടാ അടിപൊളി, നന്നായിരുന്നു. പിന്നെ ഈ 3 ആർട്ടിസ്റ്റുകളെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഷിജിറ നന്നായിരുന്നു. പിന്നെ സുനി, അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ പെർഫോമൻസ് ഉണ്ട് കേട്ടോ. എത്ര വീഴ്ച വീടല്ലേ ഇതിനിടയ്ക്ക്. അതൊന്നും അല്ല, ദിനോസർ മാത്രം ഒന്ന് കാണിക്കും സുനി. അത് കൊള്ളാം. ഇങ്ങനെ കുറെ സ്റ്റേജിൽ ഒരുപാട് മാനറിസങ്ങൾ കൊണ്ടുവരുന്ന ചെയ്യണത്. ആളാണ്. ആക്ഷൻ കോമഡിയുടെ മെയിൻ ഉസ്താദാണ്. പിന്നെ വിനോദിന്റെ പെർഫോമൻസ് കാണുമ്പോൾ കറക്റ്റ് മനോജ് ഗിന്നസിനെയാണ് ഞങ്ങൾക്ക് ഓർമ്മ. അത് അതേ ഫിഗറും അതിന്റെ ഒരു സെയിം എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ. എന്തായാലും നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. ഷജീറേ അടിപൊളി, സൂപ്പർ സ്കിറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് അവതരണ ശൈലി കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. രണ്ട് അപ്പുറം ഇപ്പുറം നിന്നുള്ള ആദ്യ സ്നേഹം പറഞ്ഞ പോലെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്സാര കാര്യത്തിന് ഇത് പണ്ടൊരു കഥയുണ്ട്. ഞങ്ങളൊരു കഥ പറയും ഇതിന്, സങ്കല്പത്തിൽ ആയിട്ട് പിന്നെ പ്രശ്നങ്ങളാവുന്നൊരു കഥ. അതായത് ഒരു അച്ഛനും മോനും. ഈ മോനെന്ന് പറഞ്ഞാൽ ഭയങ്കര കുസൃതിക്കാരനാണ്. സ്കൂളിൽ ചെന്നാൽ ഭയങ്കര വിഷയങ്ങളുണ്ടാക്കും. കോമ്പസ് വെച്ച് പിന്നെ മെമ്പറിൻ്റെ മോനെ കുത്തുക, സാറിനെ ചീത്ത വിളിക്കുക, അങ്ങനെ എപ്പോഴും പിള്ളേരെല്ലാം ഉപദ്രവിക്കുക. അങ്ങനെ ഭയങ്കര വിഷയക്കാരനാണ് ചെറുക്കൻ. എന്നും രാവിലെ വീട്ടുകാർ ഓരോ പരാതിയായിട്ട് ഇങ്ങനെ വരാനേ സമയം കാണത്തുള്ളൂ. ഒരു ദിവസം അച്ഛനും മോനോട് ഇങ്ങനെ നിന്നിട്ട് ചക്ക പഴുത്ത ചക്ക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ ചെറുക്കൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഇങ്ങനെ ചക്ക ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഈ ഇങ്ങനെ ഇതിൽ മാറ്റിയിട്ട് ചക്ക കുരു എടുത്തിട്ട് അച്ഛൻ അവനെടുത്ത് വെച്ച് മോൻ താഴെ ഇരിക്കുക. മോനോട് വെച്ചിട്ട്, നിൻ്റെ ഈ സ്വഭാവം നല്ലതല്ല കേട്ടോ. അവനെന്താ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും അവൻ. അല്ല, നിൻ്റെ ഈ സ്വഭാവത്തിന് ഞാൻ ഈ ചക്കക്കുരു അപ്പുറത്ത് കുഴിച്ചിട്ട് നാളെ അതൊരു പ്ലാവാവും, അത് വിളയും, നല്ല വലിയൊരു മരമാകുമ്പോൾ ഞാനത് മുറിച്ചിട്ട് ഒരു മേശ പണിഞ്ഞ് ഞാനത് പോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് ഈ വീട്ടിലിട്ടാൽ നീ അതിൻ്റെ മേളിൽ കോമ്പസ് വെച്ച് കുത്തി വരയ്ക്കുമെന്ന് ചോദിച്ചു. ചെറുക്കൻ പറഞ്ഞു, ഞാൻ വരയ്ക്കും. നീ വരയ്ക്കൂടാ? ഞാൻ വരയ്ക്കും. നീ വരയ്ക്കൂടാ? ഞാൻ വരയ്ക്കും. നീ വരയ്ക്കൂടാ എന്ന് പറഞ്ഞ ഒറ്റ ചവിട്ട് ചെറുക്കൻ്റെ മർമ്മഭാഗത്ത് ചെറുക്കൻ വീണങ്ങ് മരിച്ചു. അയ്യോ, ചക്കക്കൂര് കൈയിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായ? അതിന്റെ ഒരു പാർട്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് വേർഷൻസ് ഉണ്ട്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടികൾക്കുള്ള ഒരു കഥ തന്നെ ഉണ്ട്. എന്തായാലും നല്ല രീതിയിൽ അത് നമുക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അവതരിപ്പിച്ചു. അവതരണം പക്ക സൂപ്പർ. ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ്? ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ പെർഫോമൻസിന് ഇവർക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം? 3 സ്റ്റാർസ് ആണ് നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും അതൊരു 4-നും 5-ലേക്കൊക്കെ എത്താനുള്ളൊരു സ്കോപ്പുമായിട്ട് വേണം വരാൻ. എനിക്ക് കുറച്ചും കൂടെ ഒരു ചിരി ആവാമായിരുന്നു തോന്നുന്നു അല്ലേ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കണ്ടിന്യൂസ് ചിരി കൗണ്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക്. പക്ഷെ നിങ്ങൾ ചെയ്തിടത്തോളം പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ പക്ഷെ കുറച്ചും കൂടെ എന്തോ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു 3 സ്റ്റാർസിൽ നിർത്തിയത്. പക്ഷെ നമ്മൾ അടുത്ത പ്രാവശ്യം ഇതിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, സോ സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. അപ്പോൾ അത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നെൽസൺ ചേട്ടനെയും സുധി ചേട്ടനെയും സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് കോമഡി മസാലയുടെ വേദിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അതിനായി വേദിയിലേക്ക് എത്തുന്നു മഹേഷ് പാലാഴി. നമസ്കാരം ചേച്ചി. എന്താണ് ഇന്നത്തെ പെർഫോമൻസ്? സാധാരണ മിമിക്രി ചെയ്യുന്ന പോലെ തന്നെ അനുകരണമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതായത് ചില താരങ്ങളുടെ ശബ്ദമാണ്. ആദ്യമായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ന്യൂ ജനറേഷൻ ഐക്കൺ എന്നറിയപ്പെടുന്ന ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിന്റെ 2 ശബ്ദ വേരിയേഷൻ ഒന്ന് അവതരിപ്പിച്ച് കാണിക്കാം. ആദ്യമായി ദുൽഖർ സൽമാന്റെ സ്റ്റൈലിഷ് കഥാപാത്രമായിട്ടുള്ള ഫൈസി അല്ലെങ്കിൽ ഫൈസൽ എന്ന് പറയുന്ന ഉസ്താദ് ഹോട്ടലിലെ ആ ഒരു കഥാപാത്രം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. ഉപ്പുപ്പ, നിങ്ങളെ മോപത്തിന്റെ കഥയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മോപത്തൊന്നുമില്ല.
സുലൈമാനി കുടിച്ചവർക്കല്ലേ ഇപ്പൊ അതിന്റെ രുചി അറിയാൻ പറ്റൂ. നിങ്ങൾ ഏതായാലും ഹൂറിനെ മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. ആരായിരുന്നു അത്? സൂപ്പർ, അടിപൊളി. താങ്ക് യു. ഇനി അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു ചിത്രം മാർട്ടിൻ പ്രക്കാട്ട് സംവിധാനം ചെയ്ത ചാർലി. ആ ചാർലി എന്നുള്ള ആ ഒരു കഥാപാത്രം, വെർസറ്റൈൽ കഥാപാത്രം ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബേസ് വോയിസ് ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചാർലി, നിങ്ങളിപ്പോൾ താമസിക്കുന്ന റൂമിൽ മുമ്പ് പാർത്തിരുന്ന ഒരു പാവം ജിന്നാണ് നമ്മൾ. നിങ്ങൾ ബേജാറാവില്ലെന്ന് നമ്മൾ ചുമ്മാ കളറാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞല്ലേ. പത്രോസ് ഇത് മേരി മേരി ക്യൂൻ മേരി. നമ്മ വേറെ മച്ചാനാണ് മച്ചാനെ. അടിപൊളി. താങ്ക് യു. സൂപ്പർ. ഓക്കെ, ഇനി ഈ താരങ്ങളുടെ അനുകരണത്തിൽ നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ആളുകളാണ് നെൽസൺ ചേട്ടനും സുധി ചേട്ടനും ഒക്കെ. അതുപോലെ ജഡ്ജ്മെന്റ് ആയിട്ട് നമ്മളിപ്പോൾ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ടിനി ടോം. അദ്ദേഹത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് വോയിസ് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു സ്കിറ്റ് വിജയിപ്പിക്കുന്ന വളരെ പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങളത് വളരെ പെർഫെക്ഷനോട് ചെയ്തു. ഇനിയുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. അടുത്തതായി നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് മനോഹരമായി കഥകൾ പറഞ്ഞു കൊടുക്കുന്ന മജീഷ്യൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട്. അതുകൊണ്ടാണെങ്കിൽ പറയുന്നത് വിഷ്ണുവിന് മ്യൂസിക് മാത്രമല്ല, മ്യൂസിക്കിന്റെ കൂടെ മാജിക്കും അറിയാവുന്നത്. നമ്മൾ മാജിക്കിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ 2 ചെന്നായ്ക്കളായിട്ട് തരംതിരിക്കാം. ഒന്ന് കറുത്ത ചെന്നായിയും മറ്റൊന്ന് വെളുത്ത ചെന്നായിയും. ഇതാണ് അങ്കിളുമോന് തരാനുള്ള ചെറിയ ഉപദേശം. റൈറ്റ്? താങ്ക് യു. അടുത്തതായിട്ട് അനുകരിക്കുന്നത് ഒരു നടനെയല്ല, മറിച്ച് ഒരു നടിയെ ഒന്ന് അനുകരിക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ നടിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല, പക്ഷേ ഒരു വിഷ്വൽ കണ്ടാൽ അറിയുന്നുണ്ടാവും. ദിലീപ് മഞ്ജു വാര്യർ ആദ്യകാല കൂട്ടുകെട്ടിൽ ഒരു മുത്തശ്ശി കഥാപാത്രവുമായി നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയ ലക്ഷ്മി കൃഷ്ണമൂർത്തി. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ ആ ഒരു കഥാപാത്രത്തിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. വിലാസിനി സുകുമാരൻ്റെ അനിയൻ വന്നില്ല. അല്ല, സുകുമാരൻ്റെ അനിയൻ വന്നോണ്ട് വലിയ കാര്യമൊന്നുമില്ല. സേമിയ പായസാണ് എനിക്ക് വേണ്ട കുട്ടിയെ. കാരണം ആ പുഴു പോലെ ഇരിക്കണ സാധനല്ലേ അത്. ഇനി അനുകരിക്കാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു താരം എന്ന് പറയാൻ ചങ്കുറ്റമുള്ള നായകൻ എന്ന് നമുക്ക് പറയാം, പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ മിമിക്രി വോയിസിൽ എല്ലാവരും ബേസ് വോയിസ് ആണ് അനുകരിക്കുന്നത്. ആദ്യകാല ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ഒരു നന്ദനം എന്ന ചിത്രത്തിലെ ഒരു മനു എന്ന് പറയുന്ന ഒരു പതിഞ്ഞ ശബ്ദമുള്ള പൃഥ്വിരാജിനെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഉണ്ടപ്പാറു വീണ്ടും തടിച്ചോ? ഇവിടെ പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല. യേശുദാസിന്റെ പാട്ട്, ഹോമിയോ മെഡിസിൻ, പിന്നെ പറയാൻ ആ കുട്ടി ബാലമണി 143. അല്ല, കാറിന്റെ നമ്പറേ. ഇനി അടുത്തൊരു താരത്തെ അനുകരിക്കുന്നത് ശ്രീ മോഹൻലാലിനെ തന്നെയാണ്. അപ്പോൾ ലാലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആരാധകനാണ്. നമ്മൾ അദ്ദേഹം അഭിനയിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ജീവിക്കുകയാണോ എന്ന് നമ്മൾ എത്രയോ സിനിമകൾ കണ്ടിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചിത്രം എന്ന ചിത്രം പ്രിയദർശൻ സംവിധാനം ചെയ്ത് അതിലെ ഒരു സെൻറ്റിമെൻ്റലായിട്ടുള്ള ആ ഒരു ടച്ചിങ് ആയിട്ടുള്ള ആ ഒരു കഥാപാത്രം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. കല്യാണി, എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ മോനെ, അല്ല നിന്റെ മോനെ നീ രാമേന്ദ്രാന്ന് വിളിക്കണം. കരയണ്ട, ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല. നാളെ മുതൽ ആകാശത്തിലെ ഒരു പുതിയ നക്ഷത്രം ഞാനായിരിക്കും. ജീവിക്കാൻ ഇപ്പോൾ ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സാരമില്ല. താങ്ക് യു. ഇനി അടുത്തത് നമ്മൾ ലാലേട്ടനെ അനുകരിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക എന്നെ അനുകരിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല, അങ്ങനെയല്ലേ? അപ്പോൾ മമ്മൂക്ക ഇന്ന് ഇവിടെ എത്താൻ പോകുന്നത് ഒരു അർജന്റീന ആരാധകനായിട്ടാണ്. 2018 വേൾഡ് കപ്പ് ഇപ്പോൾ തരംഗായിക്കൊണ്ടിരിക്കുകയാണ്, റഷ്യയിൽ വെച്ച് നടക്കുന്ന. അപ്പോൾ മെസ്സി ആരാധകനായിട്ടുള്ള ആ ഒരു നിറക്കൂട്ടിലും മമ്മൂക്കായെ നമുക്കൊന്ന് കാണാം. മേഴ്സിക്ക് പകരം മെസ്സി. ഈ ലോകത്ത് ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സി ആയിരുന്നു. എൻ്റെ ജീവനായിരുന്നു മെസ്സി, എൻ്റെ കരളായിരുന്നു മെസ്സി, എൻ്റെ ചങ്കായിരുന്നു മെസ്സി, എൻ്റെ ചങ്കിടിപ്പായിരുന്നു മെസ്സി. മെസ്സി എൻ്റെ എല്ലാമായിരുന്നു, എൻ്റെ എല്ലാമായിരുന്നു. താങ്ക് യു. ഗുഡ് വൺ.
അപ്പോൾ ഇന്ന് ഈ അനുകരണ കലയിൽ ഈ വൺ മൻ ഷോയിൽ ഏറ്റവും അവസാനമായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നമ്മളൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ ഒന്ന് അനുകരിച്ചുകൊണ്ട് ഈ അനുകരണ കല ഇവിടെ അവസാനിപ്പിക്കുകയാണ്. Ladies and gentlemen, dreams transforms into thoughts and thoughts leads to action. So, work hard with dream, dream, dream. Thank you all, thank you very much. അസ്സലായി. താങ്ക് യു ചേച്ചി, താങ്ക് യു. സൂപ്പർ പെർഫോമൻസ്, വെരി ഗുഡ്. എന്ത് പറയുന്നു സുധി ചേട്ടാ? ഇവര് ഈ പാലാഴിക്കാരെല്ലാം കൂടെ തകർക്കാനായിട്ട് വന്നിരിക്കുക ഇവിടെ. അതെ, മറ്റൊരു എപ്പിസോഡിൽ അദ്ദേഹത്തിന്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. മനീഷ് ചേട്ടനാണോ? മനീഷ് സ്വന്തം മനീഷ് ചേട്ടനാണ്. സ്വന്തം പാലാഴി. ചേട്ടനാണ്? അതെ ആ. അതെ അതെ. അത് ശരി. അപ്പൊ ഈ കുടുംബത്തോടെ. ആണല്ലേ? ആ നാട്ടിൽ വേറെ ഉണ്ടോ ഇതുപോലുള്ള ടീമുകൾ? പിന്നെ നിർമ്മൽ പാലാഴി. നിർമ്മല് അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റാർസ് എല്ലാം പക്ക പെർഫെക്റ്റ്. ഒരു റിക്വസ്റ്റ്, ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ചെയ്യണ സ്റ്റാർസൊക്കെ ആദ്യം ചെയ്ത ദുൽഖർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ന്യൂ ജനറേഷൻ സ്റ്റാറുകളൊക്കെ ചെയ്തപ്പോൾ അതെല്ലാം കുറഞ്ഞു പോയോ എന്ന് മാത്രം ചെറിയൊരു ഡയലോഗിന്റെ ലെങ്ത് കുറഞ്ഞു പോയോ അല്ലേ? ഓക്കെ, അവൻ പറയാനിരുന്നേന്ന് കുറച്ച് ലെങ്തോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടെ സ്വീറ്റ് ആയിരിക്കും, നന്നായിരിക്കും. കാരണം പെർഫെക്റ്റ് വോയിസ് ആണ്. അതെ, വോയിസ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അടിപൊളി അടിപൊളി, സൂപ്പർ. ഒരുപാട് താങ്ക്സ്. നന്നായി വരും. സൂപ്പറായിരുന്നു. താങ്ക് യു. അതായത് പിന്നെ അവതരണ ശൈലിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല, കേട്ടോണ്ടിരുന്നു പോകും. അടുത്ത സ്റ്റാറിനെ പറയുന്നതൊക്കെ നല്ല കോൺഫിഡൻസിലാണ്, നല്ല രസമായിട്ടാണ് അത് നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനത് പറയാനിരുന്നതാണ്. അത് നമുക്കെല്ലാം ഒരുപോലെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരേ മനസ്സ് ശ്രുതിക്കും കിട്ടിയത്, ആ ചിന്ത തന്നെ കിട്ടിയത്. നമ്മൾ കേട്ടിട്ട് അങ്ങോട്ട് മതിയാകുന്നില്ല. കുറച്ചുകൂടെ സാധാരണ സ്റ്റാർസിൻ്റെ ഒക്കെ പറയുമ്പോൾ ഇത്രയും വേണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലതാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു, നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു. ഓക്കെ മഹേഷ്, അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണണം. ഓക്കെ. മരുന്നോ നല്ല മരുന്ന്, അരമരുന്ന്, പൊടിമരുന്ന്, വാട്ടുമരുന്ന്, നീറ്റുമരുന്ന്, മരുന്നോ. ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇല്ല. ഞാൻ പ്രശസ്ത മർമാണി അടിയോടി ഗുരുക്കൾ. അടിയോടിയോ? അടിയോടി ഗുരുക്കൾ. അപ്പൊ ഈ തിരുമും തടവൊക്കെയാണ് മെയിൻ. കളരിയുണ്ട്. കളരിയുണ്ടോ? ആ തിരുമും തടവും അതിനുപരി എനിക്ക് കളരിയാണ് മെയിൻ. കളരി ഭയങ്കര അഭ്യാസമല്ലേ നമ്മള് കളരി. അപ്പം മക്കളെയൊക്കെ ഈ കളരി പഠിപ്പിച്ചിട്ടുണ്ടോ? മക്കളെയൊക്കെ കളരി പഠിപ്പിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതൊരു കഥയാണ്. എന്റെ ഭാര്യ ആദ്യം ഗർഭിണിയായപ്പോൾ, ആദ്യത്തെ ഗർഭിണിയായി നിൽക്കുന്ന അവസരത്തില് ഞാൻ എന്റെ മകനെ ഈ കളരിയെല്ലാം പഠിപ്പിക്കണമെന്ന് ഞാൻ നിരൂപിച്ചിരുന്നു, അങ്ങനെ നനച്ചിരുന്നു, അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് ജനിച്ച ആദ്യത്തെ പെൺകുട്ടിയായി പോയി. എന്താ ചെയ്യും? അങ്ങനെ രണ്ടാമതും ഭാര്യ ഗർഭിണിയായി. അപ്പോഴും ഞാൻ ആഗ്രഹിച്ചു, എന്താഗ്രഹിച്ചു? ഇവരെ ഞാൻ കളരി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. നിർഭാഗ്യവശാൽ അതും പെൺകുട്ടിയായി പോയി. എന്ത് ചെയ്യാം? അല്ലേ പെൺകുട്ടി? അല്ല, ഈ പെൺകുട്ടി ഉണ്ടാവണം നിർഭാഗ്യമാണെന്ന് ഇയാളങ്ങ് തീരുമാനിച്ച? അങ്ങനെയല്ല. അതെന്തൊരു ഡയലോഗ് അത്? അയ്യോ, അങ്ങനെ ഞാൻ കുറച്ച് പെൺകുട്ടികളെ കുറച്ച് കണ്ടതല്ല. അതായത് ഈ കളരി പഠിപ്പിക്കുന്നത് പെൺകുട്ടികളെ കളരി പഠിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ നിർഭാഗ്യവശാൽ എന്ന വാക്ക് ഉപയോഗിച്ചത്. പുള്ളിയുടെ ആഗ്രഹമായിരുന്നു. നടക്കാതെ പോയതുകൊണ്ടുള്ള കാര്യം പറഞ്ഞല്ല. അതാണ് ഞാൻ നിർഭാഗ്യവശാൽ എന്ന വാക്ക് ഉപയോഗിച്ചത്. എന്നിട്ട് ഏത് മകനെയാണ് കളരി പഠിപ്പിച്ചത്? എന്തായാലും നിർഭാഗ്യവശാൽ ഇപ്പോൾ പുരം നിറയെ നിർഭാഗ്യവശാലാണ്. അപ്പൊ എത്ര മക്കളുണ്ട് മൊത്തത്തില്? എത്ര പെൺകുട്ടികളുണ്ട്? 10 പേര്. 10 പെൺകുട്ടികൾ. പുരം നിറഞ്ഞ് 10 നിർഭാഗ്യവശാൽ. അപ്പൊ എനിക്കൊരു സംശയം, എന്താണ് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ നിർഭാഗ്യവശാലിന്റെ വീട് എവിടാണ്? എന്റെ വീട് തൊടുപുഴ. അത് ആങ്കറാണ്, കളരി പഠിക്കാൻ ആഗ്രഹമില്ല. അല്ലല്ലോ ഞാൻ പെൺകുട്ടികളെ പഠിപ്പിക്കില്ല. 10 നിർഭാഗ്യവശാൽ വീട്ടിലുണ്ട്. അതെ അതെ. അപ്പൊ ഞാൻ ചോദിച്ചത് പറ്റുന്നില്ല, ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പാടുണ്ടോണെങ്കിൽ പിന്നെ എന്തിനു ചോദിക്കണം? ഒന്ന് ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ആശാൻ കളരിയാണല്ലോ. അതെ. അപ്പൊ ആശാൻ ഈ കളരി നാട്ടുകാരുടെ അടുത്താണോ കാണിച്ചത്, ഭാര്യ അടുത്താണോ കളരി കാണിച്ചത്? നിർഭാഗ്യവശാൽ ഈ ചോദ്യം പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ ഇരിക്കട്ടെ, അത് അസൂയക്കാർ പറയുന്നതാണ്. ഈ ഒരു കളരി ആശാനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കണം ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ എന്തൊക്കെ ഭക്ഷണം ഡയറ്റ് എന്താ കഴിക്കുന്നത്? ഞാൻ എന്നും രാവിലെ ഞങ്ങളുടെ വീട്ടില്
50 ഇഡ്ഡലി ഉണ്ടാക്കും. 50 ഇഡ്ഡലി ഉണ്ടാക്കും. അതിൽ നിന്ന് ഒരെണ്ണം എടുക്കും. ഒരെണ്ണേ കഴിക്കുള്ളൂ. ആ ഒരെണ്ണം എടുത്ത് അച്ഛന്റെ ഫോട്ടോയുടെ കീഴിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഈ 49 എണ്ണവും ഞാൻ കഴിക്കും. 49 എണ്ണവും അച്ഛന്റെ മുന്നിൽ ഇഡ്ഡലി കൊണ്ടുവെക്കുന്നത് എന്തിനാണ്? അച്ഛൻ ഭയങ്കര ഇഡ്ഡലി കൊതിച്ചനായിരുന്നു. അങ്ങനെ ഒരു സഞ്ജയന്റെ വീട്ടിൽ ചെന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുന്ന കൂട്ടത്തിൽ ഒരു ഇഡ്ഡലി തൊണ്ടയിൽ കുരുങ്ങി അവിടെ വെച്ച് തീർന്നു. അപ്പൊ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരെണ്ണം അച്ഛന്റെ ഫോട്ടോ എടുക്കൽ കൊണ്ടുപോയി ഫോട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്നു തിന്നും. അത്രയ്ക്ക് കൊതിയാണ്. ഭാര്യക്ക് കളരി അറിയാം ആശാന്റെ? ഇല്ല അവള് ഗുസ്തിയാണ്. ഗുസ്തി എന്ത് ഗുസ്തിയാണ്? 8ാം ക്ലാസ്സും ഗുസ്തി. ആശാന്റെ വീട് എവിടെയാണ്? എന്റെ വീട് പുൻരു. പുൻരു അറിയാം? അടൂക്കിനപ്പുറം. എവിടെ? അടൂ എവിടാ? മനസ്സിലായി. അടൂരിനപ്പുറം പുനലൂർ. അതാ പുൻരു എന്ന് പറയുന്നത്. ഞങ്ങള് പുൻരു എന്നാ പറയുന്നത്. പുൻരു എന്ന് പറഞ്ഞ അങ്ങനെ ശീലിച്ചു പോയി. അവിടെയാണോ ഈ ആശ്രമമൊക്കെ ഉള്ളത്? ആശ്രമം അല്ലല്ലോ, പഞ്ചതന്ത്ര കഥകൾ. എന്റെ പഞ്ചകർമ്മ ആശ്രമം. അവിടെയാണ് ആശ്രമം. അവിടെയാണ് പുനലൂര്. അവിടെ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയി ഇടത്തോട്ട് കയറി ചെല്ലുന്ന അവിടെയാണ്. അവിടെ മറ്റേ സ്റ്റീം പാത്തൊക്കെ ഉണ്ടല്ലേ? സ്റ്റീൽ പാത്രം അല്ല, അലൂമിനിയം പാത്രം ഉണ്ട്. എന്താ ഈ പഴയ പാത്രമൊക്കെ എടുക്കുന്ന പരിപാടി തുടങ്ങിയോ സുധി? ഞാനതല്ല, സ്റ്റീം ബാത്ത്. ചേട്ടാ ഈ ആവിക്കുളിയോ? ഞാൻ ഒരു ദിവസം ഞാൻ അതുവഴി പോയപ്പോ അവിടെ നിന്ന് ഇങ്ങനെ പുക ഉയർന്ന കണ്ടു. എനിക്ക് എപ്പോഴേ തോന്നി അത് ആശ്രമമാണ്. എത്ര മണിക്കാ പോയത്? ഒരു വെളുപ്പിന് ഒരു 5 മണി 5:30 മണിയായിട്ടുണ്ടാവും. അത് കക്കൂസായിരുന്നു. അവിടെ ആവിക്കുളിയുടെ പരിപാടി ഒന്നുമില്ല. പിന്നെ അതെന്തായിരുന്നത്? ആരാണ്ട് രാവിലെ ബീഡി വലിച്ചോണ്ടിരുന്ന ധാരയുണ്ട്. അവിടെ ധാരയുണ്ട്. എന്താന്ന്? ധാരയുണ്ട്. എന്ത് ധാര? ഈ ശിരോധാരയൊക്കെ ചെയ്യുന്ന ചട്ടി ഉറിക്കാത്ത് ചട്ടി വെച്ചിട്ട്. ഇതൊക്കെ ആരോടോ നിങ്ങളോട് പറഞ്ഞു? അവിടെ അങ്ങനെ ഒരു സാമാനം ഇല്ല. ഞാൻ കണ്ടതാണല്ലോ. എന്താ കണ്ടെന്ന്? മറ്റേ ഊറി തൂക്കിയിട്ടിരിക്കണേ കയറില്. ഊറി ചട്ടി വെച്ചേക്കുന്നത്. പൂച്ച പേടിച്ച് മീൻ കറി വെച്ച് കെട്ടി തൂക്കിയിട്ടേക്ക്. നിങ്ങളൊക്കെ എവിടെ ഇറങ്ങി വന്നേക്കുന്നു? പുസ്തകങ്ങള് എഴുതിയിട്ടുണ്ടെന്ന് ഉണ്ട്. ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. നാളെ അതിന്റെ പ്രകാശനമാണ്. നിങ്ങളെ കൂടെ ക്ഷണിക്കാൻ കൂടിയാണ് ഞാൻ വന്നേക്കുന്നത്. എന്താണ് ആ ചരിത്ര പുസ്തകത്തിന്റെ പേരെന്ന് പറയാം? എന്തോ ആ പുസ്തകത്തിന്റെ പേരെന്ന് പറയാം? പുസ്തകത്തിന്റെ പേരോ? എന്റെ മർമ്മങ്ങൾ പൂവണിഞ്ഞു. എന്റെ മർമ്മങ്ങൾ പൂവണിഞ്ഞു. നല്ല പേര്. അപ്പൊ നാളെ അതിന്റെ 10-ക്കാണ് എന്റെ പ്രകാശനം. സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് എത്തുക. ആയിക്കോട്ടെ, സൗകര്യപ്പെടുത്താം. ഇവിടെ വന്ന എന്താന്ന് മനസ്സിലായി? ഇവിടെ വന്നത് വെച്ചാൽ ഞാന് എന്നെ കുഴമ്പ് ഒന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ്. നിങ്ങൾ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തി പിന്നെ എണ്ണയും കുഴമ്പും പരിചയപ്പെടുത്താൻ നിങ്ങൾ ഒരു പരിപാടിയുടെ അവതാരകനാണോ? അല്ലല്ല, പരിചയപ്പെടുത്താനായിട്ട് ഈ എണ്ണയും ഈ കുഴമ്പും പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ്. പരിചയപ്പെടുത്ത. അതായത് ഏത് വേദനയ്ക്കും ഏത് വേദന എന്ന് പറഞ്ഞാൽ അതിവേദന എന്ത് വേദനയും ആയിക്കോട്ടെ, ഈ കുഴമ്പ് ഒരല്പം പഞ്ഞി പൂക്കി ആ വേദനയുള്ള ഭാഗത്ത് നന്നായി തേച്ച് പിടിപ്പിച്ചാൽ ചൂടോ കിഴിയോ ആവിയോ ഒന്നും കൊടുക്കണ്ട, വേദന പമ്പ കിടക്കും. അത് പരീക്ഷിക്കാൻ വേണ്ടി വന്നാൽ. ഞങ്ങൾക്ക് ഇവിടെ വേദനയൊന്നുമില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ആര് പറഞ്ഞു? നെൽസൺ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതിനേക്കാൾ ഒരുപാട് ക്ഷീണിച്ചല്ലോ. ഇല്ലില്ല, എനിക്ക് പ്രശ്നമില്ല. ഞാൻ കുറച്ച് എണ്ണ തരാം, അത് കഴിക്കേ. വേരയുടെ അസുഖമുണ്ട്? ഇല്ല. വേരയുടെ ശല്യമുണ്ട്? ഇല്ല, എനിക്കില്ല. ഇല്ല, നന്നായിട്ട് എനിക്കില്ല, പ്രശ്നമൊന്നുമില്ല. വേരയുടെ ശല്യമുണ്ട്? എനിക്കൊരു പ്രശ്നമില്ല. എനിക്കിപ്പോ ഇതുവരെ ഒരു അസുഖമില്ല. ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ആരോഗ്യത്തിന് കുഴപ്പമുണ്ടെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്റെ കൂടെ ഒന്ന് പഞ്ച് പിടിക്കട്ടെ. അതെന്തോ അങ്ങനെ? അങ്ങനെ വേണം. അത് നമ്മൾ രണ്ട് വ്യത്യാസമുണ്ട്, ഒരുപാട് രാപകൽ വ്യത്യാസം. നമ്മൾ പിടിച്ചു അത് കുഴപ്പമില്ല. ആരോഗ്യം ഉണ്ടെങ്കിൽ പുള്ളി കളരിയൊക്കെ നിനക്ക് ആവശ്യമില്ലാതെ പിടിച്ചിട്ട് പേടിക്കണ്ട. കുളിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടോന്ന് അറിഞ്ഞാൽ പോരെ. ആരോഗ്യമില്ലെങ്കിൽ അതിനുള്ള മരുന്ന് ഒന്ന് പഞ്ച് പിടിച്ചു നോക്കാം. ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് അതിന് ചികിത്സ തരാമല്ലോ. കൈ പറയാ, കുഴപ്പമില്ല. റെഡി? റെഡി? 1 2 3. എനിക്കൂടെ ഒരു ലഡു. അത് പറ്റത്തില്ല.
അതുപോലെ ഞാൻ ലഡുവിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നപ്പോ തനിക്കാണ് മനുഷ്യ ആരോഗ്യമില്ലാത്തത്. നിങ്ങൾക്കാണ് ആരോഗ്യമില്ലാത്തത്. ആരോഗ്യമില്ലാത്തതിന്റെ അല്ലത്. അല്ല ഇവിടെ ലഡു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒന്ന് ചിന്ത ഒന്ന് പാളിപ്പോയി. കൈകാര്യം മനസ്സിന് ആരോഗ്യമില്ല. ഇത് കേൾക്കുമ്പോൾ നോക്കിന്റെ വായ വിളിച്ച് പോകേണ്ട അതാണ് പ്രശ്നം. മനസ്സിലായോ? നമ്മൾ പിടിക്കാൻ ഒരു തവണയും പിടിക്കുന്നില്ല. എല്ലാവരും കണ്ടുപിടിക്കുന്നത് ഞാൻ പിടിച്ചത് നിങ്ങൾ തോപ്പിച്ചത്. അപ്പൊ എനിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെന്നാ പറഞ്ഞത്. അത് ഞാൻ തെളിയിച്ചിട്ട് ഞാൻ പോത്തുള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഒന്ന് ഇടിച്ചേ. ചുമ്മാ ഇടിക്കുന്നു വേണ്ടെന്ന് വേണ്ടെന്ന് അത് അല്ല നെൽസൺ ഒരു ഇടി ഇടിച്ചേ. ഞാൻ ഇടിച്ചിട്ട് പിന്നെ തിരിച്ച് എന്നെ ഇടിക്കാനാണോ? ഇല്ല ഇടിക്കത്തില്ല. അതിന് ഉറപ്പില്ല. നിങ്ങൾ ധൈര്യം ഞാൻ ഇടിക്കത്തില്ല. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ഇടിക്ക്. എവിടെ ഇടിക്കണ്ടേ? വയറ്റത്തിടിക്കാൻ. ഇല്ല ഞാൻ ഇടിക്കത്തില്ല. എടാ പുള്ളിയുടെ തെളിയിക്കാൻ വേണ്ടി ഇടിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഇടിക്കത്തില്ല. ഇടിക്ക്. കാര്യമാണ്. എന്റെ പൊക്കളിടിച്ച് തകർത്തു. ഇടിക്കാൻ ഞാൻ അവനോടല്ലേ ഇടിക്കാൻ പറഞ്ഞത്. അല്ല താൻ ഇടിക്കാൻ പറഞ്ഞ അതിപ്പോ നെൽസൺ ആണെങ്കിലും ഞാനാണെങ്കിലും ഇടിച്ചാ ഒരു പോലല്ലേ? ഇല്ല ഞാൻ ഒഴിഞ്ഞു മാറിയത് അവൻ ഇടിക്കാൻ വന്നത്. ഓർക്കാൻ പറ്റുന്നത് ഇടിക്കാൻ. എന്റെ മക്കള് തകർത്തേ. അയ്യോ വല്ല കാര്യമുള്ള കാര്യത്തിനാണ് ഇതൊക്കെ. ഇനിയിപ്പോ കുഴപ്പമില്ല, മരുന്നൊക്കെ കയ്യിലുണ്ടല്ലോ, നല്ല എണ്ണയും കുഴപ്പമൊക്കെ വേദനയുള്ള ഭാഗത്തൊന്ന് പരട്ടി കഴിഞ്ഞാൽ അത് മാറും. ആവി പിടിക്കണ്ട, കിഴി പിടിക്കണ്ട, ചുമ്മാതെ പറഞ്ഞ അതൊക്കെ ജീവിക്കാൻ വേണ്ടി ചുമ്മാതെ പറഞ്ഞ വയറ്റിപ്പിടിപ്പിന് വേണ്ടി വന്ന് ഇറങ്ങി എന്താ നീ വയറ്റി പഴുപ്പാക്കിയല്ലോടാ. ആയുർവേദ ആശുപത്രിയിലോട്ട് പോയിക്കോ. കോമഡി മസാലയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ഫ്രം us.